ഹായ് ഓൾ, ഈ ക്രിസ്മസ് ടൈമിൽ ഒരു കുട്ടി ക്രിസ്മസ് ആഘോഷമായാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജോബ് പ്ലേസിലേക്ക് പോകാം കേട്ടോ. ആദ്യം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അന്നമോളെ വിളിക്കാൻ പോകുന്ന ഭാഗമായിട്ടായി കാണുന്നത്. ഇച്ചായൻ്റെ ഓഫീസിൽ അന്നമോളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ അവൾ നല്ല ഹാപ്പി ആയിട്ട് ഇച്ചായൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് ക്രിസ്മസ് ലഞ്ചിന് വേണ്ടി പോകുന്നത്. അന്നമോളുടെ ട്രോളി നടക്കാനുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോഴും ആവാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിനാട്ടോ പോയത്. അന്നമോൾ കണ്ട കാഴ്ചയൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ബസ്സിൽ പോണേ. ഇതാ ഇവിടെ ആട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത്. 1 മണിക്കാണ് ലഞ്ച്. എല്ലാവരും ഞാൻ ചെന്നപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ഇത്തിരി ലേറ്റായി, എന്നാലും കുഴപ്പമില്ല, എല്ലാവരെയും കാണാൻ പറ്റിയില്ലോ. മെറ്റേണിറ്റി ലീവൊക്കെ കഴിഞ്ഞ് കൊളീഗ്സിനെയൊക്കെ കണ്ടതിൻ്റെ ഹാപ്പിനെസ്സിലായിരുന്നു കേട്ടോ ഞാൻ. എന്തായാലും അന്നമോളുടെ കൂടെ ജോങ്കിളുള്ളതുകൊണ്ട് എനിക്ക് നല്ല ഫ്രീ ആയിട്ട് എല്ലാവരും കൂടെ മിങ്കിൾ ചെയ്യാനും നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറ്റി. അന്നമോൾ എങ്ങനെയാണെങ്കിലും ഹാപ്പി ആട്ടോ. ആരുടെ കൂടെ പോകാനും എല്ലാവരുടെയും കൂടെ കളിക്കാനും നോക്കി യാതൊരു വിധത്തിലുള്ള മടിയില്ല കേട്ടോ. കാരണം അവൾ ജനിച്ചപ്പോൾ തൊട്ടേ ഞാൻ അവളെ പുറത്ത് കൊണ്ടുപോകും, എല്ലാം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് പോകുന്നതും എല്ലാവരും എടുക്കുന്നതും കളിപ്പിക്കുന്നതൊക്കെ വലിയ കാര്യമാട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്നമോളാണ് എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് പുറത്ത് പോകാൻ കേട്ടോ. ഞങ്ങളുടേതൊരു ഫ്രഞ്ച് ഹോട്ടലാട്ടോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങൾക്കും എല്ലാം ഒരു ഫ്രഞ്ച് ടച്ച് ഉണ്ടായിരിക്കും. സോ നമുക്കതെല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും ഇറ്റ്സ് ഓക്കെ. ഞങ്ങളാകെ 3 പേരാട്ടോ ഇവിടെ മലയാളീസായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. പല കൾച്ചറിലുള്ള പല പ്ലേസിലുള്ള ആൾക്കാർ വേണമെന്നുള്ളത് ഈ ഹോട്ടലിൻ്റെ ഒരു സ്ട്രിക്റ്റ് പോളിസിയാണ്. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല രീതിയിൽ എല്ലാവരുമായിട്ടൊന്ന് ചാറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ പോരാൻ നേരത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബോട്ടിൽ വൈനും കിട്ടിയിട്ടോ. അന്നമോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട് കൊതി വിട്ടിരിക്കുമായിരുന്നു കേട്ടോ. ആക്കൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അവർക്ക് സ്പൈസി ഫുഡൊന്നും അധികം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു മടിയാണ് അവർക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രിസ്മസ് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.